പിന്നെ അപ്പുറത്തുനിന്ന് കൈവായ്പ വാങ്ങിച്ചത് ഒരു 1000 രൂപ കൊടുക്കാനുണ്ട്. എന്നാൽ 1000 അതും കൊടുക്കുക. 1000 രൂപയുണ്ട്, ഞാനും ഉണ്ട്. ഓ, ബിന്ദുമോളെ. ആഹാ, ചേട്ടൻ എന്താ ഇത്ര താമസിച്ചേ? നല്ല സന്തോഷത്തിലാണല്ലോ, എന്ത് പറ്റി? അതെന്താടി, ഞാനെപ്പോഴും ദുഃഖിച്ചാണോ നടക്കുന്നത്? അല്ല, അതല്ല, സാധാരണയിൽ നിന്നും ഒരു സന്തോഷക്കൂടലുണ്ട്, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഓ, അതിന് ശമ്പളം കിട്ടിയടി, അതിൻ്റെ ആയിരിക്കും. ആ, ശമ്പളം കിട്ടിയോ? ആ, കിട്ടി. ദാ എനിക്കൊരു നൈറ്റി എടുത്തു തരണേ, വീട്ടിലിടുന്ന എല്ലാം പിഞ്ചി തുടങ്ങി. പിന്നെ ഇപ്പൊ നൈറ്റി ഒന്നും വാങ്ങണ്ട, കഴിഞ്ഞ മാസം കടകൾ പോലും വീടാനുള്ളത് ഇല്ലത്. ഇല്ലാത്തതുകൊണ്ടായിരുന്നു, പൈസ ഇല്ലെങ്കിൽ വേണ്ട. ഈ ഇട്ടേക്കുന്നതൊക്കെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതായിരുന്നു, വീട്ടിടാനൊന്നും ഇല്ലാഞ്ഞോണ്ട് ചോദിച്ചതാ. എടി, കൊടുക്കാനുള്ളവരെല്ലാം കൊടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കുഴപ്പമില്ല ഏട്ടാ. ആർക്കൊക്കെ കൊടുക്കാനുള്ളത്? കഴിഞ്ഞ മാസം സാധനം വാങ്ങിച്ചത് എല്ലാം കൂടെ കൂടി പരിഹരിക്കടെ 3800 രൂപ കൊടുക്കാനുണ്ട്. 1 2 3 4000 ഉണ്ട്, അത് പരിഹരിക്കടയിൽ കൊടുക്കുക. പിന്നെ വേറെന്തായിരുന്നു? ബാങ്കിൽ അടയ്ക്കാൻ 3500, പിന്നെ EMI 1500 അല്ലായിരുന്നു? ആ, അപ്പോൾ 3500ഉം 1500ഉം കൂടെ ചേർത്ത് 5000 അല്ലേ? 5. അപ്പോൾ അതും അടയ്ക്കുക. പോയല്ലോ. പിന്നെ അപ്പുറത്തുനിന്ന് കൈവായ്പ വാങ്ങിച്ചത് ഒരു 1000 രൂപ കൊടുക്കാനുണ്ട്. എന്നാൽ 1000 അതും കൊടുക്കുക. 1000 രൂപയുണ്ട്, ഞാനും ഉണ്ട്. ഓ, അയ്യോ, മോൻ്റെ ട്യൂഷൻ ഫീസ് അടയ്ക്കണ്ടേ? ഷോ, അത് ഞാൻ മറന്നു. ഞാൻ അത് കൊടുത്തേരെ. പൈസ എല്ലാം തീർന്നോ? അടുക്കളയിലാണെങ്കിൽ ചില്ലറ സാധനം ഒന്നും ഇരിപ്പില്ല, ഇനി എന്തോ ചെയ്യും? നീ ആ ഗോവേൻ്റെ കടയിൽ കൊടുക്കാനുള്ള അങ്ങോട്ട് കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ വാങ്ങിയില്ലേ. എല്ലാ മാസം അങ്ങനെ അല്ലയോ, അടുത്ത മാസം കൊടുക്കാം. ആ, ശരി ഏട്ടാ. മോളടി, നീ എവിടെയാടി? ചേട്ടാ, ഞാൻ അടുക്കളയിലുണ്ട്, ദാ വരുന്നു. ദാ ഇതെന്തുവാ ഏട്ടാ? നോക്ക്. അയ്യോ, ഞാൻ ഇന്നലെ പറഞ്ഞ നൈറ്റി കാശില്ലാതെ എന്തിനാ ഇപ്പൊ ഇതൊക്കെ വാങ്ങിയത്? എടി, നീ എന്നോട് ഒന്നും അങ്ങനെ ആവശ്യപ്പെടാറില്ലല്ലോ, അത്രയ്ക്ക് ഇല്ലാത്തതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്നിട്ട് എന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ടത്? ഞങ്ങൾ ആണുങ്ങൾ അങ്ങനെ കൈ നിറയെ ശമ്പളവുമായിട്ട് വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴേക്കും കുറേശ്ശെ തീർന്ന് അവസാനം കാലി പോക്കറ്റും ഒഴിഞ്ഞ പേഴ്സുമായിട്ട് നിൽക്കുന്ന ഒരാണിൻ്റെ അവസ്ഥയുണ്ടല്ലോ. നെഞ്ചിനകത്തൊരു തീയാണ്, വയറിനുള്ളിലൊരു ആന്തലാണ്. അതൊക്കെ അനുഭവിക്കുന്നവർക്കേ അറിയൂ. ആ സമയത്ത് പുതിയ ആവശ്യങ്ങളുമൊക്കെ ആയിട്ട് വരുമ്പോൾ അറിയാതെ ദേഷ്യപ്പെട്ടു പോകുന്നതാണ്, അല്ലാതെ വാങ്ങിത്തരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല. നിനക്കിതൊക്കെ വാങ്ങിത്തരാൻ ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത്? കടങ്ങൾ തീർത്തിട്ട് സന്തോഷിക്കാമെന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ നമുക്കതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കടങ്ങളും കഷ്ടപ്പാടും പ്രയാസവും എല്ലാം അതിൻ്റെ വഴിക്ക് കിടക്കും. ഭാര്യയുടെയും മക്കളുടെയും ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക. കാരണം നാളെ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ.